തുടരും സിനിമയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. മമ്മൂക്കയുടെയും കമൽഹാസൻ്റെയൊക്കെ റെഫറൻസ് ഈ ഒരു ടീസറിലുണ്ടായിരുന്നു. തുടരും സിനിമയുടെ ട്രെയിലറിൽ വന്ന ആ ഒരു താടിയെ പറ്റിയുള്ള ആ ഡയലോഗ് തന്നെയാണ് ഈ ഒരു ടീസറിലും കാണിക്കുന്നത്. എന്തായാലും ഏപ്രിൽ 25-നാണ് തുടരും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ FTFs ടൈമിനെ പറ്റിയുള്ള അപ്ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത് രാവിലെ 10 മണിക്കായിരിക്കും. ഇന്ത്യൻ സമയം അനുസരിച്ച് രാവിലെ 9 മണിക്കായിരിക്കും ഓവർസീസിൽ സിനിമയുടെ FTFs ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൃശ്യം പോലെ ഒരു ത്രില്ലർ ചിത്രമല്ല തുടരുമെന്ന സിനിമ. ഇതൊരു ഫാമിലി ഇമോഷണൽ ഡ്രാമയായിരിക്കുമെന്നാണ് തരുൺമൂർത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്വിസ്റ്റുകളോ സസ്പെൻസുകളോ പ്രതീക്ഷിച്ച് ആരും ഈ ഒരു സിനിമ കാണാൻ പോരുതെന്നാണ് തരുൺമൂർത്തി പറയുന്നത്. എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് എമ്പുരാൻ എന്ന സോങ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ലൂസിഫറിൽ എൻഡ് ക്രെഡിറ്റ്സിൽ വന്ന എമ്പുരാൻ എന്ന സോങ്ങിൻ്റെ പുതിയ വെർഷനാണിത്. എന്തായാലും ഈ ഒരു സോങ് എമ്പുരാൻ സിനിമയിൽ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തന്നത്. പ്രത്യേകിച്ച് ഇൻ്റർവെൽ പോർഷനിലായാലും ഇമ്പാക്റ്റുള്ളൊരു സോങ് തന്നെയായിരുന്നു ഇത്. ദീപക് ദേവിൻ്റെ BGMനെ പറ്റി മാത്രമാണ് സിനിമയിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നത്. എന്നാൽ സിനിമയിലെ സോങ്സ് എല്ലാം എല്ലാവർക്കും വർക്കായതാണ്. പ്രത്യേകിച്ച് സിനിമയിലെ എൻഡ് ക്രെഡിറ്റ്സിൽ വന്ന അസ്രായേൽ സോങ്ങൊക്കെ ഒരു കിടിലം ഐറ്റം തന്നെയായിരുന്നു. കേരളത്തിൽ 84 കോടിയിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്താനായിട്ടുണ്ട്. ഓരോ ദിവസവും 40 ലക്ഷത്തിന് മുകളിലാണ് കേരളത്തിൽ സിനിമയ്ക്ക് കളക്ഷൻ ലഭിക്കുന്നത്. ഇന്നലത്തെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷൻ 47 ലക്ഷമായിരുന്നു. എന്തായാലും ഇത്രയും ക്ലാഷ് റിലീസുകൾക്കിടയിലും എമ്പുരാൻ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും ലഭിക്കുന്നത്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.